നമസ്കാരം, BKM ടോക്സിലേക്ക് സ്വാഗതം. കുറേ ഗ്യാപ്പ് തന്നെ എനിക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറച്ച് യാത്രകളും തിരക്കുകളൊക്കെ ഉണ്ട്. ഇത് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുകയാണ്. എനിക്കും കൂടുതൽ സോങ്സൊക്കെ ഇടണം എന്ന് ആഗ്രഹം തോന്നാറുണ്ട് പലരും ആവശ്യപ്പെടുമ്പോൾ. പക്ഷേ അത് പറ്റുന്നില്ല. അപ്പോൾ പറ്റുന്നത് പോലെ ഇടുന്നതൊക്കെ നിങ്ങൾ പഠിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ പോകുന്നത് ഒരു ദേവീസ്തുതിയാണ്, ദുർഗാസ്തുതിയാണ്. മധുരൈ ആർ കൃഷ്ണൻ്റെ അദ്ദേഹത്തിൻ്റെ കമ്പോസിംഗ് ആണ്. രേവതി രാഗമാണ്, ആദ്യ താളമാണ്. വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പം ഞാനിത് ഇടുന്നത് നിങ്ങൾക്ക് വലിയ സ്പീഡൊന്നുമില്ല, ഒത്തിരി ജതിയൊന്നുമില്ലാത്തൊരു കൃതിയാണ്. നിങ്ങൾക്കത് പഠിക്കാം. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പഠിച്ചിട്ടുള്ളവർക്ക് അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരിട്ട് കൃതിയിലേക്ക് കടക്കുകയാണ്. ഞാൻ ലിറിക്ക് മീനിങ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഓഡിയോ അദ്ദേഹത്തിൻ്റെ തന്നെ ഓഡിയോ ഉണ്ട്. മധുരൈ എൻ കൃഷ്ണൻ സാറിൻ്റെ തന്നെ ഓഡിയോ ഉണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളത് വച്ചിട്ട് നോക്കുക. പലരും കളിച്ച വീഡിയോയും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ തെറ്റൊന്നുമില്ലാതെ പഠിക്കാം എന്ന് മാത്രം. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. സോ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ പാട്ടിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ലിറിക്ക് വരണത്: ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ കരുണൈ പുരിവൈ ഇതുവൈ സമയം ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ. ഇതാണ് ഫസ്റ്റ് പല്ലവി ഭാഗം വരണത്. അപ്പോൾ ഇതിന് അദ്ദേഹത്തിൻ്റെ ഇതിൽ ഒരു വിരുത്തമുണ്ട്. ഇത് ശരിക്കും ആക്ച്വൽ കൃതിയിലില്ല. അപ്പോൾ അതിനകത്ത് വിരുത്തമാണ്. ആ വിരുത്തം കൂടെ ഞാൻ പറയുകയാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ അകത്തിൻ്റെ ലിറിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ. അതൊന്ന്: പാരെല്ലാം പോற்றிടും. ഓക്കെ, പാരെല്ലാം, ഈ ലോകമെല്ലാം പോற்றிടും പരാശക്തിയെ. അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക്. പരാശക്തിയെ, അതായത് അതീവ ശക്തിയോട് കൂടിയവളെ എന്ന് നമ്മൾ കാണിക്കുമ്പോൾ നമ്മുടെ കണ്ണിലും ആ ശക്തി ഒന്ന് വരണം. കണ്ണു മിഴിച്ച് പേടിപ്പിക്കരുത്. നമ്മൾ ദേവിയെ, എത്ര ശക്തിയുള്ള ദേവിയെ കൺമുമ്പിൽ കാണുന്നത് പോലെ എടുക്കാം. അതല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ദേവിയെ ശൂലം വെച്ച് കാണിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. രണ്ടാമത്തത്: പാരെല്ലാം പോற்றிടും പരാശക്തിയെ. അപ്പോൾ സാധാരണ എല്ലാ ദേവിമാർക്കുമുള്ള കോമൺ ആണ് ഈ മുദ്ര. വരദാഭയ മുദ്രയായിട്ട് കാണിക്കാം പരാശക്തിയെ. അടുത്തത്: ചണ്ഡമുണ്ട അസുരന്മാരെ നിഗ്രഹം ചെയ്ത ചാമുണ്ടേശ്വരിയെ. അപ്പം അതിൽ ചണ്ഡമുണ്ട 2 അസുരന്മാരെ നിഗ്രഹം ചെയ്ത ചാമുണ്ടേശ്വരി. ഓക്കെ, ആണ് നീയ 1 2 3 4. ആ മ്യൂസിക്കിലൊരു 4 ബെല്ല് കിടപ്പുണ്ട്. അപ്പോൾ ആ ബെല്ലിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് കയറി വരിക. ടിങ് 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 കേട്ടോ. ചാമുണ്ടേശ്വരിയെ. ഉലകമെല്ലാം 3 ഉലകമെല്ലാം പോற்றிടും. അപ്പം നമ്മളത് എപ്പോഴും ഇങ്ങനെ പോற்றிടും, രക്ഷിക്കും എന്ന് തന്നെ കാണിക്കണ്ട. ഈ ഉലകമെല്ലാം നിന്നെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുക. പോற்றிടും അഖിലാണ്ടേശ്വരി. കൈ ഇവിടെ വയ്ക്കുക, താഴെയല്ല, ഇവിടെ കേട്ടോ. അഖിലാണ്ടേശ്വരിയെ. അടുത്തത് ഒരു വാക്കുണ്ട്, ആ വാക്ക് ഞാൻ മറന്നുപോയി. അതായത് ദാസന്മാർക്കും ദാസന്മാരും അറിവുള്ളവരും പൂജിക്കുന്ന, ഇരുന്ന് വേണം ചെയ്യാൻ, എൻ്റെ മുട്ടത്ര സുഖമല്ല, പൂജിക്കുന്ന ആദ്യത്തെ ദുർഗയെ നമ്മളിങ്ങനെ തന്നെ എടുക്കുക. അതായത് താഴേന്ന് എഴുന്നേറ്റ് അരമണ്ഡലത്തിൽ ദുർഗ എടുക്കുക. രണ്ടാമത്തത് ശൂലം കയ്യിൽ പിടിച്ചതായിട്ട് കാണിച്ച് ദുർഗ എടുക്കുക. മൂന്നാമത്തത് ദുർഗ എടുത്ത് വണങ്ങുക. ഇനിയാണ് ആ കൃതി തുടങ്ങുന്നത്. ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ. അപ്പം അതിൽ നമ്മൾ തൊഴുതു വന്നാൽ ആദ്യം ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ 1 2 3. അപ്പം നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒരു ഭംഗിക്ക് ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ. അത് ഒരുപാട് ഇങ്ങനെ ആടി തുള്ളി പോലെ എടുക്കരുത്. കാല് ജസ്റ്റ് പൊക്കുക. 2 സൈഡിലേക്ക് നോക്കണമെങ്കിൽ അങ്ങനെ നോക്കുക. ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ. അതൊരെണ്ണം.
ഓക്കെ. രണ്ടാമത് നമ്മൾ ചെയ്യുമ്പം മുദ്ര മാറ്റി പിടിച്ച് വേണമെങ്കിൽ ചെയ്യാം. ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ. ഔ, ബലം പിടിച്ചിട്ടാന്ന് തോന്നുന്നു, കൈ കോച്ചി പിടിക്കും. അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. അതല്ലെങ്കിൽ എൻ്റെ താതൈ തേതയിലേക്ക് വരാം. ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ. പിന്നൊരെണ്ണം സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്നതായിട്ട് കാണിച്ചിട്ട്, അതും ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ, അല്ലെങ്കിൽ ദുർഗേ ദുർഗേ ഇത്ര എടുക്കാം. അടുത്ത അതിൻ്റെ ഒരു പറയണത് കരുണൈ പുരീവൈതുവേ സമയം. അതായത് കരുണ ചെയ്യാൻ. അപ്പം കരുണൈ പുരീവായ് ഇതുവേ സമയം കേട്ടോ. അതായത് കരുണ കാണിക്കാൻ ഇതാണ് പറ്റിയ സമയം ദേവി, അതുകൊണ്ട് എന്നോട് കരുണ കാണിക്കൂ. അപ്പം ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് കരുണൈ പുരീവായ് ഇതുവേ സമയം ദുർഗേ ദുർഗേ. അപ്പോൾ വീണ്ടും നമുക്ക് ആദ്യം എടുത്ത് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ കരുണൈ പുരീവായ് ഇതുവേ സമയം, അല്ലെങ്കിൽ തട്ടുമിട്ട് കരുണൈ പുരീവായ് ഇതുവേ സമയം തേ. വീണ്ടും ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ. 1 2 3 4 1 2 3 4 1 2 3 4 5 തീർമാനം വരും. ആ 5-ൽ നമ്മൾ നിർത്തുക. ഓക്കെ. ഇത്രയാണ് അതിൻ്റെ പല്ലവി ഭാഗം വരുന്നത്. പല്ലവി ഭാഗത്ത് വരുന്നത് അല്ലും പകലും ഉന്നാമം പാടി. അല്ലും പകലും, രാത്രിയും പകലും. ഓക്കെ. അപ്പം രാത്രി പതാക തലയ്ക്ക് മുകളിൽ ഇങ്ങനെ പിടിക്കുക രാത്രി കേട്ടോ. അപ്പോൾ അല്ലും, അല്ലെങ്കിൽ ആയത്തേന് 2 എണ്ണം വെച്ചാൽ മതി. അല്ലും പകലും 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 ഉന്നാമം പാടി. 1 2 3 4 5 എന്ന് വരണം. ഓക്കെ. അപ്പോൾ അല്ലും പകലും ഉന്നാമം പാടി. 1 2 3 1 2 3 1 2 3 1 2 അത്രയും വരിക. ഓക്കെ. 2 പ്രാവശ്യം ഉന്നാമം പാടി. ഒന്നോടെ ഉണ്ട്. അതിന് നമ്മൾ അല്ലും പകലും ഉന്നാമം പാടി 1 2 3. അപ്പോൾ അല്ലും പകലും കൊട്ടിപ്പാടിക്കൊണ്ട് വർ. ഉന്നാമം പാടി. അന്തിനോർകളെ കാപ്പവൾ അല്ലേ, അന്തിനോർകളെ ആദരിപ്പൈ അമ്മ. അന്തിനോർകളെ എന്ന് വെച്ചാൽ അമ്മയുടെ മുൻപിൽ സമർപ്പിച്ചത്, ഹൃദയം സമർപ്പിച്ചവർ. അപ്പം നമ്മൾ അന്തിനോർകളെ കാപ്പവൾ അമ്മ. അപ്പം ഞാനിടുന്ന ഓഡിയോ വച്ചിട്ട് നമ്മളിങ്ങനെ അന്തിനോർകളെ കാപ്പവൾ അമ്മ 1 2 1 2 1 2 1 2 1 2 1 2 അങ്ങനെ ചവിട്ടി വരിക. രണ്ടാമത്തെ എടുക്കുമ്പം അന്തിനോർകളെ വീണ്ടും ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ. 1 2 3 4 1 2 3 4 5. അപ്പം അതിൻ്റെ അനുപല്ലവി പാർട്ട് കഴിഞ്ഞു. ഇവിടെ തട്ടുമിട്ട് ഓഡിയോയിലില്ല, നിങ്ങൾക്ക് വേണേൽ തട്ടുമിട്ട് ചെയ്യാം കേട്ടോ. ഈ ഭാഗത്ത് വരുമ്പം അന്തിനോർകളെ കാപ്പവളമ്മ എന്ന് വേണമെങ്കിൽ ചെയ്യാമെന്ന് ആവശ്യമുണ്ടെങ്കിൽ പാട്ടിനനുസരിച്ച്, നിങ്ങൾ എടുക്കണ പാട്ടനുസരിച്ച്. അപ്പോൾ അനുപല്ലവി കഴിഞ്ഞു. അടുത്ത ചരണം ഭാഗത്ത് വരുന്നത് ദേവീനെ വർണ്ണിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ദുർഗയല്ലേ, ദുർഗയാകുമ്പോഴത്തേക്കും ഒരു ലാസ്യത്തെക്കാളും ആ ഒരു യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട ദേവിയുടെ ഒരു ഭാവമാണ്. അപ്പോൾ അതാണ് കൂടുതൽ കാണിക്കുന്നത്. ഇത് കൂടുതൽ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോർമേഷൻസ് ഒക്കെ ചെയ്ത് ചെയ്യാം. അപ്പോൾ അടുത്തത് പോർക്കരങ്ങൾ 18 ഉടയവളെ.
18 പോർക്കരങ്ങൾക്ക് ഉടയവളെ, ഉടയവളെ എന്ന് തന്നെയല്ലേ? അതെ, 18 അതെ ഉടയവളെ. അപ്പം നമ്മൾക്കവിടെ കുറച്ച് പേരുണ്ടെങ്കിൽ കൈയുടെ ഫോർമേഷനൊക്കെ നടത്തി ആ 18 കരങ്ങളൊക്കെ കാണിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതുണ്ടോ, വാള്, അതായത് വെട്ടാൻ. പോർക്കരങ്ങൾ, 2 കരങ്ങൾ, കരങ്ങൾ 18. അപ്പോൾ പോർക്കരങ്ങൾ 18 ഉടയവളെ. കൈ ചുഴറ്റുക, വാള് ചുഴറ്റുന്നതായിട്ട് കാണിച്ചിട്ട് ഉടയവളെ. അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നോണ്ടെന്ന് കാണിച്ചിട്ട് ഉടയവളെ. അടുത്തത് യുദ്ധം ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ 1 2 3 1 2 3 1 2 3 1 2 3 കറങ്ങി വന്ന് അങ്ങനെ തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ തെയ് തെയ് ദിത് തെയ് 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 ദിത് തെയ് ദിത് തെയ് ദിത് തെയ് ദിത് തെയ് ദിത് തെയ് എടുക്കാം. അതല്ലെങ്കിൽ 4 തെയ് തെയ് ദിത് തെയ് 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 ദിത് തെയ് ദിത് തെയ് 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 ദിത് തെയ്, അല്ലെങ്കിൽ തെയ് തെയ് ദിത് തെയ് 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 ദിത് തെയ് 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 ദിത് തെയ് 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 ദിത് തെയ്. യുദ്ധം ചെയ്യണതായിട്ട് കാണിക്കാം എന്തായാലും. വേളേ. അത് കഴിഞ്ഞ് 1000 നമ്മൾ സംതംശം ഒന്നിങ്ങനെ പിടിച്ച് സൂചി ഒന്ന് കറക്കി 1000 1000 കൺകൾക്കുടയവളെ. അപ്പോൾ അവിടെ ഉടയവളെ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ, അത് നല്ലത്. 1000 കൺകൾക്ക് ഉടയവളെ, ഉടയവളെ. 1000 കണ്ണുകളോട് കൂടിയവൾ, സഹസ്ര നേത്രങ്ങളോട് കൂടിയവൾ. 1000 കൺകൾക്ക് ഉടയവളെ. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഉടയവളെ എന്ന് ദേവിയെ അങ്ങോട്ട് അഭിസംബോധന ചെയ്ത് കാണിച്ചാൽ മതി. 1000 കൺകൾക്കുടയവളെ, അതൊരു തവണയേ ഉള്ളൂ. 1000 നാമങ്ങൾ കൊണ്ടവളെ. അപ്പോൾ 1000 നാമങ്ങൾ, അത് നമ്മൾ കേൾക്കുക. എല്ലായിടത്തും ഈ 1000 എണ്ണിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ കാണിച്ചപ്പോൾ അത് മനസ്സിലായില്ലേ? അപ്പോൾ പലരും 1000 പേരുകളിൽ വിളിക്കപ്പെടുന്നവൾ, അത് തതൈ തേത 2 3 4 2 3 4. ശംഖചക്ര, അടുത്തത് ശംഖചക്രം വില്ലും അൻപും ധരിത്തവളെ. സിംഹത്തിൻ മേലെ, മേലെ സിംഹത്തിൻ മേലെ വിരിപ്പവളെ. അപ്പം ശംഖചക്രം ഇവിടെ തട്ടുമിട്ടാണ് ശംഖ് കേട്ടോ. തക്, അതിൽ സ്പീഡുണ്ട്. അപ്പം തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി, ഇത്രയും വരെയുണ്ട്. തക്ക ധിമ്മി വരെയുണ്ട്, 4 തക്ക ധിമ്മി. ശംഖം ചക്രം വില്ലും അമ്പും ധരിപ്പവളെ. അപ്പം കൈ ഇങ്ങനെ ആക്കുക. അപ്പോൾ തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി. സിംഹത്തിൻ മേലെ, സിംഹത്തിൻ മേലെ ഇരിപ്പവളെ. അപ്പം അതിന് കാലൊന്നങ്ങോട്ട് വച്ച് ദുർഗ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ഒരു പോസാണിത്. അപ്പോൾ സിംഹത്തിൻ മേലെ ഇരിപ്പവളെ. ഓക്കെ, അടുത്തത് മംഗളവാഴ്വും തന്തവളേ മങ്കയർ കരസിയും നീയേ അങ്കയർ കണ്ണിയും നീയമ്മ കൃഷ്ണദാസനുക്ക് അരുൾപവളേ. അപ്പോൾ മംഗളവാഴ്വും, അതായത് നല്ല ജീവിതം. അപ്പം മംഗളവാഴ്വും തന്തവളേ, ഇതൊക്കെ എളുപ്പത്തിലെടുക്കണമാണ് കേട്ടോ നമ്മൾ. അല്ലെങ്കിൽ മംഗളവാഴ്വ്, വാഴ്വ് വിധി, തലവര. ഓക്കെ, മംഗളവാഴ്വും തന്തവളേ അനുഗ്രഹിക്കാം, അല്ലെങ്കിൽ തന്തവളെ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്നതായിട്ട് കാണിക്കാം. അപ്പോൾ മംഗളവാഴ്വും തന്തവളേ, തന്തവളെ. മങ്കയർ കരസിയും നീയമ്മ, മങ്കയർ കരസിച്ച പെണ്ണുങ്ങൾക്ക്. അപ്പോൾ മങ്കയർ കരസിയും നീയമ്മ, മങ്കയർ കരസി രാജ്ഞി. ഓക്കെ, ഇപ്പുറത്ത് പിടിച്ചാൽ മതി. അപ്പോൾ മങ്കയർ കരസിയും നീയമ്മ, നീയമ്മ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക, സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ. നീയമ്മ അങ്കയർ കണ്ണിയും, അങ്കയർ കണ്ണി മധുര മീനാക്ഷി. അപ്പോൾ അങ്കയർ കണ്ണിയും നീയമ്മ എന്നെടുക്കാം. അതായത് മധുരയിൽ മീനാക്ഷി ആയിട്ടിരിക്കുന്നവളും നീയാണ്. അതല്ലെങ്കിൽ മീനാക്ഷി എന്നുള്ള
അർത്ഥം തന്നെ കാണിച്ചിട്ട് നീയമ്മ എടുക്കാം. കൃഷ്ണദാസനുക്ക് അരുൾ പവളെ. കൃഷ്ണദാസൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു രാജാവാണ്. അപ്പം കൃഷ്ണദാസനിക്ക്, കൃഷ്ണദാസനായിട്ടുള്ള രാജാവ്, കൃഷ്ണദാസന് അരുൾ പവളെ തെയ്തേ. അപ്പം തട്ടുമിട്ട് അവിടെ തീരും. ഓക്കെ, അപ്പം കൃഷ്ണദാസനിക്ക് പിന്നെ ഒരു സ്വരമുണ്ട്, ആ പാട്ടിലൊരു സ്വരമുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഐറ്റം കഴിഞ്ഞു. ഓക്കെ, ആ സ്വരം നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ സാഹിത്യ സ്വരത്തിൻ്റെ ഇതാണ് ചെയ്യണത്. ലാ ടരട ടരര ടരട ടരട ദിത്തേ. അപ്പോൾ ഈ അടവ്, അതായത് ഏതാ തത്തൈതാം അടവിൻ്റെ നമ്മൾ ചെയ്യത്തില്ലേ, ആറാമത്തെ അല്ലേ, സാ നി നി സാ തദ തദ താ തദ ദിത്തൈ 1 2 3 4 5 6 8. 7 8 2 ദിത്തൈ. പിന്നെ 1 2 3 1 2 3 ചാടണം. 2 സൈഡിലേക്ക് ചാടണം, നന്നായി ചാടണം. എന്നെ പോലെയല്ല, ചാടിയിട്ട് താ തൈ തൈ താ ധിത്തൈ തൈ താ താ തൈ തൈ താ ധിത്തൈ തൈ താ തജ്ജം തജ്ജം താ തൈ തൈ താ ധിത്തൈ തൈ താ താ തൈ തൈ താ തൈ താ തെയ്യും തത്ത തെയ്യും താഹ തെയ്യും തെയ്യും താഹ. രണ്ടെണ്ണം എടുത്തിട്ട് തെയ്ഹ തെഹി തെയ്ഹ തെഹി തെയ്ഹ തെഹി തെയ്ഹ തെഹി. അതും കൂടെ വരെ തെയ്യും തെയ്യും താഹ തെയ്യും തെയ്യും താഹ തെയ്ഹ തെഹി തെയ്ഹ ഹി തെയ്ഹ തെഹി തെഹി തെയ് നീ നീ സ തെയ് 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 ഇത് തെയ് 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 ഇത് തെയ് അല്ലേ. അതായത് ഇങ്ങോട്ട് 1 1 2 3 തെയ് തെയ് ഇത് തെയ് 1 2 3 തെയ് തെയ് ഇത് തെയ് 1 2 3 തെയ് തെയ് ഇത് തെയ്. ഒന്നുകിൽ കിടതക തരിടതോ, അല്ലെങ്കിൽ തധികണതോ, അല്ലെങ്കിൽ തെയ് തെയ് ഇത് തെയ്. ഇത്ര എടുത്താൽ ആ സ്വരം തീർന്നു. പിന്നെ തെയ് തെയ് ഇത് തെയ്. ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ കരുണൈ ഇതുവേ സമ ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിർത്താം. ഒരു സിമ്പിൾ കൃതിയാണ്, പിള്ളേർക്കൊക്കെ ചെയ്യാം, വലിയവർക്കും ചെയ്യാം. എനിക്കിഷ്ടമാണ് ചെയ്യാൻ, വലിയവർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നോക്കുക, പഠിക്കുക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവശ്യമുള്ള സോങ്സ് എഴുതി വിടും. ഞാൻ മറന്നു പോകുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എഴുതിക്കോളൂ. ഉടനെ തന്നെ അടുത്ത മറ്റൊരു വീഡിയോ കൂടെ ഞാൻ ഇടുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.